ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായി തുടരുന്നു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾ പോലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ എതിർപ്പുകളെയെല്ലാം അവഗണിച്ച് ആക്രമണവുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ. യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിൽ ഇസ്രായേലിനുള്ളിൽ തന്നെ എതിർപ്പുണ്ട്. അതിനിടയിലാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് വരുന്നത്. അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും സ്പെയിനിൽ വെച്ച് നിർണായകമായൊരു കൂടിക്കാഴ്ച നടത്തി. യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് നിൽക്കുന്നത്. അറബ് രാഷ്ട്രങ്ങൾ പിന്തുണ നൽകുന്നത് പലസ്തീനെയും. അതുകൊണ്ടാണ് യൂറോപ്പിലെയും അറബ് രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ഒരുമിച്ചുള്ള സമ്മേളനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത്. ഈ രാഷ്ട്രങ്ങൾ അതിനിർണായകമായൊരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ തിയറി നടപ്പിലാക്കണമെന്നാണ് ഈ രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നത്. അതായത് ഇസ്രായേലും പലസ്തീനും 2 രാഷ്ട്രങ്ങളായി നിൽക്കണം. ഇസ്രായേൽ ഒരു രാജ്യവും പലസ്തീൻ മറ്റൊരു രാജ്യമായി നിൽക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉള്ളതാണ്. എന്നാൽ പല കാരണങ്ങളാൽ ഇത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം 1 വർഷം തികയുമ്പോൾ വരുന്ന വളരെ നിർണായകമായൊരു പ്രഖ്യാപനം കൂടിയാണിത്. ഇസ്രായേൽ രൂപീകരിച്ച കാലത്ത് തന്നെ പലസ്തീനെ രാജ്യമായി പ്രഖ്യാപിക്കാൻ UN തയ്യാറായതാണ്. ഇസ്രായേൽ പുറത്തുനിന്ന് വന്നതാണ്. അതിനാൽ മൊത്തം പ്രദേശവും പലസ്തീൻ രാജ്യമായി അറിയപ്പെടണം എന്ന വാദം വന്നു. അതുകൊണ്ടാണെന്നത് പ്രഖ്യാപിക്കാൻ കഴിയാതെ വന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിന് എതിര് നിൽക്കുകയാണ്. പലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന ചിന്തയും ആവശ്യവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശക്തമായി നിലനിൽക്കുമ്പോഴാണ് തികച്ചും പിടിവാശി എന്ന് തോന്നിക്കുന്ന നിലപാടിൽ ഇസ്രായേൽ ശക്തമായി ഉറച്ചു നിൽക്കുന്നത്. യൂറോപ്യൻ അറബ് രാഷ്ട്രങ്ങളുടെ ഈ സംയുക്ത പ്രഖ്യാപനം ഇരുവിഭാഗവും എങ്ങനെ സ്വീകരിക്കുമെന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും. ഇനി ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം. 1-ാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നതോടെ ജൂതരും അറബികളും താമസിച്ചിരുന്ന പലസ്തീൻ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. ബ്രിട്ടൻ അവിടം ജൂത പൈതൃക ഭൂമിയാക്കി മാറ്റി. അതോടുകൂടി 2 വിഭാഗങ്ങളും തമ്മിലുള്ള പോര് ശക്തമായി. 1920-40 കാലഘട്ടത്തിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികൾ ജൂതരെ കൂട്ടക്കൊല ചെയ്ത കാലത്തായിരുന്നു പലസ്തീനിലേക്ക് വലിയ തോതിലുള്ള ജൂത കുടിയേറ്റമുണ്ടായത്. പിന്നാലെ ഭൂപ്രദേശത്ത് ജൂതരും അറബികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി. 1947 പലസ്തീനെ 2ആയി മുറിക്കാൻ ഐക്യരാഷ്ട്രസഭ വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചു. ജൂതർക്കും അറബികൾക്കും വ്യത്യസ്ത രാഷ്ട്രമെന്നതായിരുന്നു ആശയം. അതേസമയം ജൂത, അറബ്, ക്രിസ്ത്യൻ വിശ്വാസികളുടെ വാഗ്ദത്ത ഭൂമിയായ ജെറുസലേം 2 വിഭാഗത്തിനൊപ്പവുമല്ലാതെ സ്വതന്ത്രമായി നിലകൊള്ളും. ഇതായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം. ജൂത നേതൃത്വം ഈ നീക്കത്തിൽ പൂർണ്ണ തൃപ്തരുമായിരുന്നു. എന്നാൽ അറബികൾ ഇതിനെ എതിർത്തു. ആധുനിക ചരിത്രത്തിലെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾക്ക് ഇതോടെ തുടക്കമാവുകയായിരുന്നു. 1948 ബ്രിട്ടീഷുകാർ പലസ്തീൻ വിട്ടു. അതോടെ ജൂതർ ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചു. പലസ്തീനികൾ അതിനോട് വിയോജിച്ചു. ഒടുവിൽ ആയിരക്കണക്കിന് പലസ്തീനികൾ അവരുടെ സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ട് കുടിയിറങ്ങേണ്ടി വന്നു. 1948 ശേഷം പലസ്തീനും ഇസ്രായേലും പരസ്പരം നിരവധി തവണ പോരടിക്കുന്ന അവസ്ഥയുണ്ടായി. ആയിരക്കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായി. അതിനിടയിലാണ് പലസ്തീൻ വിമോചന സ്വപ്നങ്ങളുമായി ഹമാസ് എന്ന സായുധ സംഘടനയും കളം നിറഞ്ഞത്. ഷെയ്ഖ് അഹമ്മദ് യാസിൻ ഇസ്ലാം ബ്രദർഹുഡ് എന്ന സുന്നി ഇസ്ലാമിസ്റ്റ് സംഘടനയുടെ രാഷ്ട്രീയ സംഘമായി 1987 സംഘടന രൂപീകരിച്ചത്. സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സംഘടനയിൽ നിന്ന് ഹമാസ് എന്ന സേനാബലമുള്ള ഒരു രാഷ്ട്രീയ സംഘമായി പിന്നീടത് മാറി. അതിനു പിന്നാലെ സംഘർഷഭൂമിയായി ഗസ മാറി. 2000 ജൂലൈ 11 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ക്യാമ്പ് ഡേവിഡ് ഉച്ചകോടി വിളിച്ചു ചേർത്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ഏഹ്ദ് ബാരക്കിനെയും പലസ്തീനിയൻ ചെയർമാൻ യാസർ അറാഫത്തിനെയും ഒരുമിച്ചിരുത്തി ഒരു അവസാനവട്ട മധ്യസ്ഥ ശ്രമം നടത്തി. പക്ഷേ അത് പരാജയമായിരുന്നു. അതോടെ രക്തരൂഷിതമായ പോരാട്ടങ്ങൾക്കാണ് പിന്നീട് മേഖല സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.